ബഹുമാന്യരെ, ശ്രീ ഔറോണി ജൂതന്റെ ജൂതമതം എന്ന പുസ്തകത്തിന്റെ 50-ാം പതിപ്പിന്റെ പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട MLAയും സർവോപരി ഔറോണി ജൂതന്റെ പ്രിയ ശിഷ്യനുമായ ശ്രീ TP പ്രകാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള മാളയിലെ സഹോദരീ സഹോദരന്മാരെ, ശ്രീ ഔറോണി ജൂതൻ തൻ്റെ ജീവിതത്തെയും ജൂത ചരിത്രത്തെയും സമന്വയിപ്പിച്ച് എഴുതിയ പുസ്തകമാണ് ജൂതമതം. ജൂതൻ മാഷ് എന്ന് ഞാൻ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ഔറോണി ജൂതൻ തൻ്റെ ജീവിതം തന്നെ ഈ പുസ്തകത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ഇതിനോടകം തന്നെ 4 ഭാഷകളിലേക്ക് ഈ പുസ്തകം മൊഴിമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ ബുക്ക് സ്റ്റാളിൽ ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ വിലയ്ക്ക് വാങ്ങുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും എന്നുള്ള കാര്യം മാളയിലെ ജനങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ഔറോണി ജൂതൻ്റെ രചനയെ പുസ്തക രൂപത്തിലാക്കാൻ നമ്മെ സഹായിച്ച ഇസ്രായേലി പൗരനായ ഇസ്ഹാക്കിനോടുള്ള പ്രത്യേക നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. 4 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ നാടകരൂപം ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കട്ടെ. ബഹുമാന്യരെ, അതിനേക്കാളേറെ സുപ്രധാനമായ മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, ജൂതപദം എന്ന ഈ പുസ്തകത്തിൻ്റെ രചനയെ ആസ്പദമാക്കി ഇത് മിനി സ്ക്രീനിൽ അവതരിപ്പിച്ച് പ്രേക്ഷകർക്കിടയിൽ മുക്തകണ്ഠ പ്രശംസ നേടി എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരവും അഭിമാനകരവുമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ ഭാഗ്യം കിട്ടിയ നിങ്ങളെല്ലാവരും നമ്മുടെ പൂർവിക കഥകളെ അല്ലെങ്കിൽ പൂർവിക യാഥാർത്ഥ്യങ്ങളെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിലേക്ക് വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ഇതൊരു ചരിത്ര നിമിഷമാണ്. നമ്മുടെ മനസ്സുകളിലേക്ക് പിന്നിട്ട് പോയ നാളുകളിൽ വണ്ടി പുറകോട്ട് എടുക്കടാ. ഓട്ടോ നിന്റെ വണ്ടിക്ക് എന്താടാ റിവേഴ്സ് ഗിയർ ഇല്ലേ? പുറകോട്ട് പോടാ. പോ ഞാനിനി സ്കൂളിൽ പോണില്ല. നീ കരയണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാവാച്ചിയോട് എല്ലാ കാര്യങ്ങളും പറയാം. വാവാച്ചി വാവാച്ചി മൂടുകയറി നിക്കറിട്ടിട്ട് കൊറേ പിള്ളേരെ ഇവനെ പാട്ടുപാടി കളിയാക്കി. ആണോ? വാവാച്ചി അവരൊന്ന് പേടിപ്പിക്കണം. മക്കള് അകത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കും. അപ്പോഴേക്കും വാവിച്ചായിട്ട് വരാട്ടോ. ഒന്ന് 2 കൈ കൊണ്ടെടുത്ത് നിറച്ചുകൂടാണ്ട്. മഴ വരുമ്പോ തീരുവത് നിറക്കാണ്ട് മേലാണെങ്കിൽ പിടിക്കേ. ഇന്ന് എന്നെ തീർക്കണോ അത്? വേവാ. പണിക്കാരുണ്ട് പറഞ്ഞിട്ടത്തെ കാര്യം, എന്നാലും അവരാരെന്നെ കഷ്ടപ്പെടുന്നു. ബീരാമിനെ, ഇത് ഒരു ട്രൗസറും കുപ്പായ.
അവറോണിക്ക് വേണ്ടി തയ്പ്പിച്ചതാ. അവനതിട്ടില്ല. ഇനി മോനതെടുത്തോട്ടാ. ഇനി മോൻ അവരാരും കളിയാക്കില്ല കേട്ടാ. ശരി ആളർക്കാണ്ടോ ശരി ആളർക്കാണ്ടോ പോവാ of liver, brain and muscles where energy requirement is high. The passage in the cell, conduction of materials inside the cell. ഉപ്പച്ചക്ക് ഇതൊന്ന് വായിച്ചതാ. എനിക്ക് നാളെ പരീക്ഷയാണ് ഉപ്പച്ചി. ആ പാപ്പച്ചി മോളെ അകത്ത് പോയി പഠിക്കും. ഇതുകൂടെ എടുക്കും. പാപ്പച്ചി ഇങ്ങോട്ട് ഞാൻ വായിച്ചത്. ജൂതപദം. ഹിസ്റ്ററി ഈസ് ഹിസ്റ്റോറി, ഹിസ്റ്റോറി ഈസ് മൈ സ്റ്റോറി. ചരിത്രം അവൻ്റെ കഥയാണ്, അവൻ്റെ കഥ എൻ്റെയുമാണ്. ഏദൻ തോട്ടം, അവിടെ നിന്നാണ് ആ കുടുംബം യാത്രയാകുന്നത്. 2700 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ഉത്തരമഹാഭാരതത്തിലൂടെയും ദക്ഷിണമഹാഭാരതത്തിലൂടെയും സഞ്ചരിച്ച് കേരളത്തിൽ എത്തിച്ചേർന്ന ഒരു ഗോത്രത്തിൻ്റെ കഥയാണ് ഈ പുസ്തകം. അബ്രഹാമിൻ്റെ പുത്രൻ ഇസഹാക്കിന് ജനിച്ച 2 പുത്രന്മാരിൽ ഇളയവനായ യാക്കോബിൻ്റെ പിന്മുറക്കാരെയാണ് ഇസ്രയേലികൾ എന്ന് വിളിക്കുന്നത്. യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രയേലി എന്നുള്ളത്. ഏകദേശം 4000 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ജാതിയാണ് ഇസ്രയേലികൾ. എന്നെന്നും വിദേശീയരുടെ ആക്രമണങ്ങൾക്ക് വിധേയരാവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു യാക്കോബിൻ്റെ പിന്മുറക്കാർ. യഹൂദരുടെ പ്രധാന ശത്രു അസൂർ രാജ്യമായിരുന്നു. അസൂർ ചക്രവർത്തി സാർഗോന്റെ പിൻഗാമിയായ ചെൻഗരീബ് BC 7036 യഹൂദിയെ ആക്രമിച്ചു. പിന്നീട് BC 608 ഈജിപ്തും ബാബിലോൺ രാജാവായ നെബുക്കദ്നാസർ യഹൂദിയെ ആക്രമിച്ചു. ആ യുദ്ധത്തിൽ യഹൂദ രാജാവായ യാക്കോയാക്കീമിനെ വധിക്കുകയും
വലിയൊരു വിഭാഗം യഹൂദരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്രയേലുകളെപ്പോലെ പ്രാണരക്ഷാർത്ഥം ജന്മനാട് വിട്ട് പരദേശങ്ങളിലേക്ക് ചിതറിപ്പാർക്കേണ്ടി വന്ന ഒരു ജനസമൂഹം ലോക ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയില്ല. സോളമൻ രാജാവിൻ്റെ കാലം മുതലുള്ള വ്യാപാര ബന്ധങ്ങളാകാം യഹൂദ പ്രവാസികളുടെ യാത്ര കേരളം ലക്ഷ്യമാക്കി നീങ്ങാൻ അവരെ പ്രേരിപ്പിച്ചത്. ഒരു തുറമുഖ സംസ്കാരം നിലനിന്നിരുന്ന കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന യഹൂദരെ ഇരുകൈയും നീട്ടിയാണ് ആ നാട് വരവേറ്റത്. അന്ന് കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേരരാജാവ് യഹൂദർക്ക് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാനും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള അധികാരപത്രം അഥവാ ചെമ്പുപട്ടയം ദാനമായി നൽകി. അങ്ങനെ ഒരു യഹൂദ സംസ്കാരം കേരളത്തിൽ നാമ്പെടുക്കാൻ തുടങ്ങി. മക്കളെ ആ വാ. വാ, വാ, വാ. അടെ, ഏയ്, അടെ. വാ. ഏത് വെച്ച്? ഇത് വെച്ച്. ആ ഉമ്മ വരുന്നേ. അവറോണി ഞാൻ പോണടാ. ആ ഉമ്മച്ചിനെ കളിക്കാനേ സമയം. ഉമ്മച്ചി. ആരോ എന്തു പറ്റി മോനെ? എന്നെ കാക്ക കൊത്തി. അയ്യോ, നീ വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ? ആ കാക്ക അങ്ങ് കളഞ്ഞേക്ക്. അത് ജീവിക്കോ ചാവോ എന്താന്ന് വെച്ചാ ആവട്ടെ. എവിടെ? ശോ, മോളെ പോയി തെങ്ങിന്റെ പൊരിപ്പ് കുറച്ചെടുത്തോണ്ട് വാ. ഇനി നീ എന്നെ കൊത്താൻ വാ. ഞാൻ ഇതും കൊണ്ട് നിന്നെ അടിക്കും. അവറോണി, വാവാച്ചിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. വേഗം വീട്ടിലേക്ക് ചെല്ല്. സലോമി അവിടെ ഒറ്റക്കേ ഉള്ളു.
ആരോ ചേട്ടാ, ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയേ. ആ ചുവന്ന ബ്ലൗസ് ഇട്ട പെൺകുട്ടിയെ കണ്ടോ? ആരത്? ജാഫേദ് ജൂതന്റെ മോളാ. നിനക്ക് വേണ്ടി ആലോചിക്കാൻ ഞാൻ വീരാങ്കുതിനോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തെക്കുറിച്ച് നീയൊന്നും പറഞ്ഞില്ല. നമ്മുടെ വാവാച്ചിയുടെ ഇറക്കം ഈ കാണുന്നതെല്ലാം ജീവിച്ചിരിക്കുന്ന ചരിത്രങ്ങളാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇതെല്ലാം മണ്ണോട് മണ്ണാകും. വീണ്ടും ഓർമ്മകളെ പുതുക്കാൻ ചരിത്രങ്ങൾ രചിക്കപ്പെടും. മണ്ണുമായി ആത്മബന്ധമുള്ള മനുഷ്യൻ വിസ്മരിക്കപ്പെടും. അവരുടെ പേരുകൾ പോലും ചേർക്കാതെ ഭൗതികമായ വസ്തുക്കളിൽ മാത്രം കേന്ദ്രീകരിച്ച് ചരിത്രം നിർജീവമാകും. സപ്താത്ഭുതങ്ങളിലൊന്നായ പിരമിഡിന്റെ നീളവും വീതിയും ഉയരവും കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ ആ ബൃഹത്തായ കരിങ്കൽ സൗധത്തിന്റെ ശില്പികളുടെ പേര് അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഉത്കൃഷ്ടമായ സിന്ധു നദീ സംസ്കാരത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന തീർത്ഥക്കുളങ്ങളും ധാന്യപ്പുരകളും നഗരവും സൃഷ്ടിച്ചവരെ കിരാതന്മാരെന്നും നിഷാദന്മാരെന്നും വിളിച്ച് പരിഹസിച്ചവർ പിന്നീട് അവരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ഐത്തമുള്ളവരുമായി പ്രഖ്യാപിച്ചു. മഹത്തായ സൈന്ധവ സംസ്കാരത്തിന്റെ ശില്പികൾ എങ്ങനെയാണമേ ചരിത്ര പുസ്തകത്തിൽ ഇടമില്ലാത്തവരായി പോയത്? മലയാള മണ്ണിലെ ജൂതചരിത്രം നാളെ എഴുതപ്പെട്ടേക്കാം. പക്ഷെ അന്നവർ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവും സിനഗോഗും അവിടെ ജീവിച്ചിരുന്ന പരദേശി ജൂതരെന്ന വെളുത്ത ജൂതരുടെയും കഥ എഴുതി തൃപ്തിയടയും. 2000 വർഷങ്ങളോളം ജൂതരക്തം സിരകളിലേന്തി തനി മലയാളികളായി ഈ മണ്ണിൽ ജീവിച്ചു മരിച്ച കറുത്ത ജൂതരെന്ന മലബാറി ജൂതരെ അവർ പാടെ വിസ്മരിക്കും. കാരണം ചരിത്രത്തിലായാലും ജീവിതത്തിലായാലും കറുത്തവനെന്നും കറുത്തവൻ തന്നെയാണ്. അക്ഷരങ്ങളെ സ്നേഹിച്ച കാലം മുതൽക്കുള്ള ഒരു ആഗ്രഹമാണ് എന്നിലൂടെ കടന്നുപോയ ഒരു ജൂതചരിത്രം എഴുതണമെന്നുള്ളത്. ചരിത്രം കാലത്തിന്റെ കഥയാണ്. കാലത്തിന്റെ കഥയിൽ ജീവന്റെ കഥയുണ്ട്. ജീവജാലങ്ങളുടെ കഥയുണ്ടാകണം. ആ ജീവജാലങ്ങളുടെ കഥ ഞാൻ എഴുതുന്ന ചരിത്രത്തിൽ എനിക്ക് രേഖപ്പെടുത്തണം. അതിനായി ഇന്നലെയുടെ ചരിത്രവും പേറി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന ജൂതക്കല്ലറകളുണ്ട്. അവിടേക്ക് എനിക്ക് എത്തണം. അവിടുത്തെ കല്ലറകളിൽ മേൽ ഉറങ്ങാതിരിക്കുന്ന തലക്കല്ലുകളോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയണം. അതിനുവേണ്ടി ഒരു വർഷം അമ്മ എനിക്ക് തരണം. അത് കഴിഞ്ഞ് അമ്മ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. അമ്മേ, നിന്റെ ഇഷ്ടത്തിന് അമ്മ ഒരിക്കലും എതിരെ നിന്നിട്ടില്ല. അതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ.
നാമിയാജൂതൻ തന്നതാ. ഉത്തരേന്ത്യയിലെ കുറച്ച് ആളുകളുടെ വിലാസവും അവർക്ക് കൊടുക്കാനുള്ള കത്തുകളുവാ. വീരാകുഞ്ഞെ, ഉമ്മാച്ചിയും സലോമിയും നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഏയ്, ആരോ ഈ മിസ്സൂസ മോന്റെ കയ്യിലിരിക്കട്ടെ. എവിടെ പോയാലും ഇത് തൊട്ട് മുത്തിട്ടേ പോകാവൂ. അമ്മയുടെ ഒരു സമാധാനത്തിന്. തീയില്ലാത്ത ഒരു വർഷം. എന്താ ഉമ്മാച്ചിത്? ഒരു വർഷം എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ട് പോവില്ലേ? ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഉമ്മാച്ചിക്ക് ഓരോ കത്തെഴുതും. അത് വായിച്ചു തീരുമ്പോഴേക്കും അടുത്ത കത്തെത്തിയിരിക്കും, ഉറപ്പ്. നമ്മുടെ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത് ഒരു അസ്തമയത്തിലൂടെ അല്ലേ? എന്നും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നവരാണ് യഹൂദർ. അറിവ് തേടിയുള്ള എൻ്റെ യാത്ര തുടങ്ങാൻ പറ്റിയ സമയവും ഇതാണ്. കല്ലറ തേടിയ തീർത്ഥാടനം തുടങ്ങി, ദേശാടനം തുടങ്ങി. പാദങ്ങൾ നടന്നകന്നു, ദേശങ്ങൾ കടന്നകന്നു. നടന്നകന്നു, ദേശങ്ങൾ കടന്നകന്നു. വയനാട്, ചേരമ്പാട്, കൊങ്ങാട്, പാലക്കാട്, ആലത്തൂർ, പുത്തന്നൂരും, നെന്മാറ, കാന്തല്ലൂരും, ആനക്കര, തിരുവിൽവാമല, തൃശ്ശിവപേർ, മലയാറ്റൂരും, ഇടമലയാർ, അതിരമ്പുഴയും, മാങ്ങാട്, പുളിമാത്തൂരും. മിസിരികളുടെ വാഴ്വറിവാനായി ആത്മാക്കളായിരം കാവൽ നിൽക്കേ, കല്ലറതോറും അവനലഞ്ഞു. കുന്നും കടലും കരയും കടലിടെ, കുന്നും കടലും കരയും കടലിടെ. മഞ്ഞും മഴയും പുഴയും കഴിഞ്ഞിടെ, ചൂടും തണുവും അറിയാ മഹാശില. മിർസാപൂരിൽ, കാശ്മീരിൽ, ഗാന്ധാരത്തിൽ, ബാമ്യാനിൽ, കേകേയത്തിൽ, മക്രാനിൽ, ജോർദാൻ, അഫ്ഗാൻ, ഇസ്രായേൽ വംശവെളിച്ചം. ഗോസാൻ നദി പോലൊഴുകിയകന്നു, ദൈവത്തിൻ ദേശമൊരുക്കാനായി. സ്നേഹം നിറഞ്ഞ ഉമ്മാച്ചിക്ക്, ഉമ്മാച്ചി എനിക്കായി അനുവദിച്ചു തന്ന ഒരു വർഷം ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം ആത്മാക്കളുടെ ലോകത്തുള്ള എൻ്റെ ഈ സഞ്ചാരവും. ജൂതപഥത്തിലൂടെയുള്ള യാത്രയ്ക്ക് എൻ്റെ ഈ മനുഷ്യായുസ് തികയാതെ വരും എന്നെനിക്ക് മനസ്സിലായി.
മുന്നിൽ തുറന്നു തന്ന ഈ ചരിത്ര പേടകത്തിൽ നിന്നും എനിക്ക് വേണ്ടത് മാത്രം ഞാൻ പെറുക്കിയെടുത്തു. ബാക്കിയുള്ളവ ശേഷജന്മങ്ങൾക്കായി വിട്ടുകൊടുത്ത് ഞാൻ മാളയിലേക്ക് തിരിക്കുകയാണ്. എന്ന് ഉമ്മാച്ചിയുടെ സ്വന്തം ആരോ. ഞാൻ വിശ്വസിക്കില്ല. എന്റെ മോൻ, എന്റെ മോനെ. ഇല്ല ജാഫത്ത്, എന്റെ മോൻ മരിച്ചിട്ടില്ല. എന്റെ മോൻ എന്നെ വിട്ടു പോകാൻ പറ്റില്ല. എന്റെ മോനെ. സത്യത്തെ അവിശ്വസിക്കാൻ പറ്റില്ലല്ലോ വെറോണിക്ക. ഔറോണിയുടെ അവസാന കത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ ആളുകൾ ധാരാളം താമസിക്കുന്നുണ്ട്. അവരവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മരണം അപകടമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞത്. അപകടം നടന്ന റോഡ് സൈഡിൽ രക്തം തളം കെട്ടിക്കിടന്നിരുന്നു. അതിൻ്റെ അരികിലായി ഈ പെട്ടിയും. എന്നാൽ ഔറോണിയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും സഹസ്രാബ്ദങ്ങളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി നമുക്ക് നമ്മുടെ നാട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തിരിച്ചു കിട്ടി. ലോകത്തെമ്പാടും ചിതറിക്കിടക്കുന്ന ജൂതന്മാരോട് വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു ചെല്ലാനാണ് കൽപ്പന. വെറോനിക്കയും സലോമിയും ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്റെ മോൻ മരിച്ചിട്ടില്ല. അവനെവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടാ പോയത്. വെറോനിക്കയുടെ വിശ്വാസം സത്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഔറോണി തിരിച്ചു വന്നാൽ അവനും നമ്മുടെ നാട്ടിലേക്ക് വരാമല്ലോ. ഇനി സ്വത്തുവകകളാണ് പ്രശ്നമെങ്കിൽ അവൻ തിരിച്ചു വരുന്നത് വരെ കൈകാര്യം ചെയ്യാൻ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഞ്ചായത്തിനെ ഏൽപ്പിക്കാം. അവരതിന് സമ്മതം മൂളിയിട്ടുണ്ട്. ഔറോണി തിരിച്ചു വരുമ്പോൾ സ്വത്തുക്കൾ പഞ്ചായത്ത് അവനെ തിരിച്ചേൽപ്പിക്കും. എന്തായാലും ഇസ്രായേലിലേക്കുള്ള അവസാന കപ്പൽ കൊച്ചിയിൽ നിന്ന് നാളെ പുറപ്പെടും. അതിൽ ഞങ്ങളോടൊപ്പം വെറോനിക്കയും സലോമിയും ഉണ്ടാവും. ഇത് ജൂതക്കൂട്ടത്തിന്റെ തീരുമാനമാണ്. முகுந்தபுரம் தாலுகா வடமகிராமம் மாலதேசத்தை சார்ந்த மனைக்கல் வீட்டில் வசிக்கும் திரு இலியாக்கோவின் மனைவி வெரோனிக்காவும் மால பஞ்சாயத்து அதிகாரிகளும் இணைந்து ஏற்படுத்தி கொண்ட அதிகார ஒப்பந்த பத்திரம் என்னவெனில், கீழே குறிப்பிட்ட சர்வே எண்கள் 752/12, 575/4, 5, 6, 553/8, 731/12, 579/3 என்பவையில் வரும் சொத்துக்களில் மற்றும் தாவர ஜங்கம பொருட்களின் பாதுகாப்பும் அனுபவித்தலும் ஆகியவை தன் மகன் ஆரோன் இலியாகோ திரும்ப வந்த பெற்றுக்கொள்ளும் வரை நிர்வாகம் செய்யவும் அனுபவிக்கவும் சம்மதம் என்று மால பஞ்சாயத்து அதிகாரிகளிடம் ஒப்படைக்கப்படுகிறது. இந்த ஒப்பந்தத்திற்கு விரோதமாகவோ இதை மீறும் வகையிலோ ஏதாவது செய்யப்படும் பட்சத்தில் இந்த ஒப்பந்தம் ரத்து செய்யப்படும் என இதன் மூலம் அறிவித்து கொள்ளப்படுகிறது.
അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു വരും ബിരാനെ. In the opinion of Aaron Eliyahu, the Jewish people are like sea turtles. When it comes to laying eggs, the mother turtle will come from the sea and lay eggs on the shore. And it will be returned into the deep seas and goes back. And the eggs are hatched. New babies are born. They will be going only to the oceans. Never in history any baby turtle had gone against the direction or the opposite direction. They will be going only to the deep seas under the guidance of an invisible prophet. Likewise, Jewish people, they have a tendency to go to their homeland. It is Israel. They have been living in Kerala for 2000 years with Malayalis. But when the call came from Israel, their homeland, they, in an exodus, that means with crowds of people, they have gone to Israel. That is the nature of Jewish people. ആരോ 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 अरे वाह, ये तो ईश्वर की कृपा है। घबराइए नहीं, ईश्वर आपको ठीक करेगा।
तीर्थों की महत्व के बारे में कल हम जो आपसे कह रहे थे वो विचार आज भी रहेगा। जिस कारण के लिए हम लोग आज यहाँ पर है वह मोक्ष के लिए है। तीर्थों पर स्नान करना, साधना से सिद्धि प्राप्त करना, सिद्धि से भगवत पद प्राप्त करना आसानी होता है। तीर्थों के बारे में हम लोग जिस तरीके से समझाया वही यात्रा मोक्ष के लिए अनिवार्य है। स्वामी, आइए आइए। नारायण हरि। रामगिरी, झोला लेके आओ। भगवान की माया है सब। वैसा जन्म आपके जीवन में शायद संभव नहीं था। लगता है किसी ने उनके अपने प्राण लेकर के आपको पुनर्जन्म दिया। भगवान को धन्यवाद करो। गुरुजी। हाँ रामगिरी। आप जब यहाँ आए थे पूरी तरह खून से लटपट थे। उस समय भी ये झोली आपके हाथ से नहीं छूटी। मेरे मन में प्रश्न था पर हालत गंभीर थी, मैं पूछ नहीं सका। ऐसा क्या है इसमें महत्वपूर्ण वस्तु? बेटा, बहुत वर्ष हो गए आपको हमारे यहाँ चेतावस्था में रहते हुए। हमारे आश्रम के बिंदु बांधवों ने बहुत सेवा की आपकी। वो आपका नाम भी नहीं जानते। क्या आपको आपका नाम याद है? याद करें। आरुण इलियाहू। आरुण इलियाहू। बहुत अच्छा नाम है आपका, बहुत सुंदर नाम। भगवान आपकी सदा मदद करे, आपकी यात्रा मंगलमय हो, जीवन भर आप स्वस्थ रहे, आनंद रहे। नारायण हरि। അയ്യപ്പ മണ്ണുവാരം നിരോധിക്കാൻ പോകുന്നല്ല കേട്ടത്. മനുഷ്യരുടെ കണ്ണൂടി ഓടിക്കാൻ അവരുടെ ഓരോരോ നിയമങ്ങളായിട്ട് വന്നോളും. എടാ, അവര് കടവിലെത്തി. നീ ഒന്ന് വേഗം നടന്നേ. അവരിത്ര നടത്തെത്തിയ
ഉമ്മാജി, ഉമ്മാജി, സലോമി, സലോമി, വാതിലുറക്ക്. ഞാനാ. ആരോ നമുക്കൊന്ന് പോയി നോക്കാം. എന്തുറക്കും ഇത്? ഉമ്മാജി, ഉമ്മാജി, സലോമി, സലോമി, ഉമ്മാജി, ഉമ്മാജി. ആരെയും വിളിക്കണേ? അമ്മേ. ഇവിടെ അമ്മയും കിമ്മയൊന്നുമില്ല. നിങ്ങൾ ആരാ? ഇവിടുത്തെ ഇവിടുത്തെ വെച്ചാ ഇലിയാഹു ജൂതന്റെ മോനാ ഔറോണി. അയാൾ ചത്തുപോയില്ലേ? ഇല്ല, അത് ഞാനാ. എന്തൊക്കെ മറിവായങ്ങളാ ഈശ്വര. ചത്ത ആള് തിരിച്ചു വരുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഉമ്മാജി, ഉമ്മാജി, കിടന്ന് വിളിക്കണ്ട. അവരൊക്കെ ഇവിടുന്ന് പോയി. എന്താ ഈ പോസ്റ്റ് ബോക്സ് ഒക്കെ ഇവിടെ? പറയാൻ ഒരുപാടുണ്ട്. ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നേരം വെളുക്കുമ്പോ എല്ലാം താനേ മനസ്സിലായിക്കൊള്ളു. വല്ലാത്തൊരു പുതുമല. ഈ മരിച്ചുപോയ ജൂതൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് കൈയേറിയ സ്ഥലത്ത് വീടും വെച്ച് പുറപ്പ് തുടങ്ങിയ ആൾക്കാർ അവിടെ നിന്ന് മാറി കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി യഥാർത്ഥ ജൂതൻ തന്നെയാണോ തിരിച്ചു വന്നത്? ആ, പുറപ്പെട്ടു പോയ രൂപവും തിരിച്ചു വന്ന രൂപവും തമ്മിൽ യാതൊരു സാദൃശ്യം ഇല്ലെന്നാ അയാളെ കണ്ട മണ്ണമണിക്കാർ പറഞ്ഞു. അയാള് പോയിട്ട് കാലം കുറെ ആയില്ലേ. രൂപത്തിലൊക്കെ വലിയ മാറ്റം വന്നു കാണൂന്നേ. രൂപത്തിലല്ല കാര്യം, രേഖകളിലാണ് കാര്യം. ഈ ജൂതന്റെ കയ്യിൽ മതിയായ രേഖകളുണ്ടെങ്കിൽ ഈ കൈയേറിയ എല്ലാവരും കൊടുക്കും. അറിയാവോ, ജൂതൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവൻ കാറൽ മാർക്സ് ആയിരിക്കും. അതല്ല ശാസ്ത്രജ്ഞനാണെങ്കിൽ അവൻ ഐൻസ്റ്റീൻ ആയിരിക്കും. ജൂതന്മാര് ചില്ലറക്കാരല്ല കേട്ടോ. കൈയേറിയ എല്ലാവരും പെടും. അതെ, ഇതെന്ത് കിടപ്പാണ്? ഒന്ന് എണീറ്റേ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടേന്നേ. അതെ, ഞങ്ങൾക്കൊക്കെ പഠിക്കുവാനുള്ളതാണ്. ഒന്ന് എഴുന്നേറ്റേന്നേ, ഒന്ന് എണീപ്പിക്കടലിന്റെ. അത്രക്ക് തിരക്കുള്ളവരാണെങ്കിലേ ചെന്ന് എഴുന്നേപ്പിക്ക്. ആ, ഞാൻ എണീപ്പിക്കാൻ പോവാണ്. അതെ, ഒന്ന് എഴുന്നേക്കുന്നേ, ഒന്ന് എഴുന്നേക്കപ്പ, ഒന്ന് എഴുന്നേക്കടോ. ഓ, ഇതാ ജൂതനായിട്ട് ഒരു ചായയില്ല. കണ്ടില്ലേ കയ്യമ്മിറ്റൊക്കെ തളർന്നിരിക്കണത്? വെറുതെ മനുഷ്യനെ വിലക്കെടുത്താനായിട്ട്. കാലത്തെ ഓരോ ദുരിതങ്ങൾ വന്നത് മനുഷ്യന്റെ പണിയും പോയി. എന്താ ഇവിടെ എല്ലാരും വട്ടം കുടിക്കുന്നത്? ആ, പോ പോ പോ. നിങ്ങൾ മരിച്ചു പോയെന്നാ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങളുടെ കിടപ്പങ്ങനെയാണല്ലോ.
സാറേ, രാത്രിയിൽ ഈ വരാന്തയിൽ എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങിക്കോട്ടെ. അനുമതി തരാനുള്ള അധികാരമൊന്നും എനിക്കില്ല. എന്നാലും കയറി കിടന്നു. അല്ലാതെ ഞാനെന്ത് പറയാനാണ്? ഓ ഓ അമ്മയും സലോമിയും നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പീരാങ്കുഞ്ഞെ ഞാനിവിടുന്ന് പോയത്. നീയില്ലാതെ ഇവിടെ നിന്നും തിരിച്ചു പോകാൻ അമ്മക്കോ സലോമിക്കോ സമ്മതമില്ലായിരുന്നു. ആണും തൂണും ഇല്ലാത്ത അവരെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ ജൂതക്കൂട്ടവും തയ്യാറായില്ല. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇസ്രായേലിലേക്ക് നിന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ അമ്മ പോയത്. ആയിടയ്ക്ക് അമ്മയുടെ 1-2 കത്തുകൾ വന്നിരുന്നു. വിലാസക്കാരില്ലാത്തവ തിരിച്ചയക്കുകയാണ് പതിവെന്ന കത്തന്വേഷിച്ചെത്തിയ എന്നോട് അവർ പറഞ്ഞത്. പിന്നീട് അമ്മയെക്കുറിച്ച് യാതൊരു അറിവും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പുനർജന്മം പോലെ തിരിച്ചു കിട്ടിയതാണ് എൻ്റെ ജീവിതം. ഇന്നലെ രാത്രി മാളയിൽ തിരിച്ചെത്തിയത് മുതൽ എന്നെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാണ് പീരാങ്കുഞ്ഞെ? മാള തപാലാഫീസായത്. ഇന്നലെ വരെ എൻ്റേതായിരുന്ന സ്വത്തുവകകൾ ഇന്ന് മറ്റാരുടെയൊക്കെ ആയതെങ്ങനെയാണ്? ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന അയൽക്കാരും എന്നെ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ്? കാലം ഒരുപാട് മാറി. അതിൽ മാറിപ്പോയത് ഞാനോ അതോ എൻ്റെ മാളക്കാരോ? മാറിയത് കാലമല്ല, നമ്മുടെ നാട്ടുകാരാ. അവർ നിന്നെ തിരിച്ചറിയാത്തതല്ല, തിരിച്ചറിയില്ല എന്ന് നടിക്കുന്നതാ. തട്ടിച്ചും വഞ്ചിച്ചും കയ്യേറിയ നിന്റെ ഏക്കർ കണക്കിന് ഭൂമിക്ക് വേണ്ടി. പക്ഷെ അമ്മയുമായുള്ള ഒരു കരാറ് പഞ്ചായത്തിലുണ്ടല്ലോ, അത് ഉള്ളിടത്തോളം കാലം നിന്റെ സ്വത്തുക്കൾ നിനക്ക് തന്നെ വന്നു ചേരും. ആരാ എന്താന്ന് ഊരും പേരുമില്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതം ഒന്ന് പറയുന്നു, ഞാൻ ഇല്യാഹു ജൂതന്റെ മകൻ ഔറോണി ജൂതനാണെന്നും എൻ്റെ അമ്മ വെറോണിക്ക പഞ്ചായത്തിനെ ഏൽപ്പിച്ച വസ്തുവകകൾ തിരിച്ചേൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? ഔറോണിന്റെ അമ്മയും പഞ്ചായത്തും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറില്ലേ സാറേ? അതുപ്രകാരം ഔറോണിന്റെ സ്വത്തുക്കൾ അവനിക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത പഞ്ചായത്തിനില്ലേ? ആ കരാറൊക്കെ എവിടെ എന്താന്നൊക്കെ ആർക്കറിയാം? അത് മാത്രമല്ല, അന്യാധീനപ്പെടുത്തിയെന്ന് നിങ്ങൾ പറയുന്നവർ കാലാകാലങ്ങളായി കരമടച്ച് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചവരാണ്. അവരെ എന്തും പറഞ്ഞ ഇറക്കി വിടുക. മാത്രമല്ല, ഈ ഇരിക്കുന്നത് ഔറോണി ജൂതനാണെന്നുള്ളതിന് എന്താ തെളിവ്? തങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് ഇയാളെ ജയിലിലടയ്ക്കാം. എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, കേറിക്കെടുക്കാൻ എൻ്റെ വീടെങ്കിലും. മിസ്റ്റർ, അതിപ്പോ നിങ്ങളുടെ വീടല്ല, മാള പോസ്റ്റ് ഓഫീസാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരിച്ചെന്ന് പറഞ്ഞ് രേഖകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഓൻ്റെ സ്വത്തുക്കൾ കയ്യേറി അനുഭവിക്കുക. നാറികൾ. ഇതൊന്നും ചോദിക്കാനും പറയാനോട് ആരുമില്ല, അതാ കുഴപ്പം.
വാ. ജൂതന് വീടെങ്കിലും തിരിച്ചു കിട്ടുമോ മാഷേ? നമ്മളെ കൊണ്ടായത് നമുക്ക് ശ്രമിക്കാൻ. ഇനി പഞ്ചായത്തിന്റെ മതിലിനോട് കുറച്ച് പോസ്റ്റർ ഒട്ടിക്കാല്ലേ മാഷേ? ആ. കേട്ടോ എന്താടാ ജൂതനെ രക്ഷിക്കാനായിട്ടേ ഒരു പുതിയ രക്ഷകനെത്തി. ആര്? നമ്മുടെ കർമ്മേന്ദ്ര മാഷേ. മൂപ്പര് ഇന്നലെ രാത്രി മാളക്കാര് കയ്യേറിയ ജൂതന്റെ ഭൂമി ജൂതന് വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞ് നാടായ നാട് മുഴുവൻ പോസ്റ്റർ അടിച്ച് നടക്കല്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്നിട്ട് എന്താവാനാ, ഇപ്പൊ ഗവൺമെന്റ് പോസ്റ്ററായി കിടപ്പുണ്ട്. അല്ല, ആരോടാ കളി? പഞ്ചായത്ത് പ്രസിഡന്റ് അന്തപ്പ മോലാളിയോട്. മൂപ്പര് വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഈ TP പ്രകാശന് കർമ്മേന്ദ്ര മാഷിനോട് ചെറിയൊരു വകയുണ്ട്. ജൂതന്മാരുടെ സിമിത്തേരി പൊളിച്ച് മാണിക്യമാരാർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പണി സ്റ്റേ കൊടുത്ത് നിർത്തിവെപ്പിച്ചില്ലേ? ചരിത്ര സ്മാരകങ്ങൾ പൊളിച്ചു മാറ്റരുതെന്നും പറഞ്ഞു. ഈ മാളയെന്നൊക്കെ എന്തുമാത്രം സ്പോർട്സ് താരങ്ങൾ ഉണ്ടാവണ്ടെന്നറിയാമോ? അവന്റെ അമ്മയുടെ ഒരു ചരിത്ര സ്മാരകം. എന്തായാലും ജൂതനോട് പഞ്ചായത്തേറി ഇത് ചതിയല്ലേ? ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയെങ്കിലും ആയി കൊടുത്തൂടെ? എടോ, ഇവിടെ ഒന്നും പുസ്തകം എഴുതാൻ പുറപ്പെട്ടു പോയ ജൂതനല്ല, തിരിച്ചു വന്ന ജൂതൻ എന്നും പറഞ്ഞാൽ ഈ അന്തപ്പം ഒരാളെ കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് മാളയിൽ ഇന്ന് ജൂതന്മാരാരും ജീവിച്ചിരിപ്പില്ല. 4, 5, 10. വടക്ക് കിഴക്ക് 10 അടി മാറിയെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ ഇവിടെയാ കലറുണ്ടായിരുന്നത്. ആ, ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി പൊളിച്ചു മാറ്റിയതാ. പ്രാർത്ഥിച്ചോളൂ, വരും. അയ്യോ, ഒന്നും വേണ്ട. ഏയ്, ഞങ്ങളൊരു സന്തോഷത്തിന്. ഓ ഓ വാ. ആരോ ഒന്നിങ്ങ് വന്നേ. കർമ്മേന്ദ്ര മാഷ് ആശുപത്രിയിൽ നിന്ന് വന്നു. നമുക്കൊന്ന് അങ്ങനെ കാണണ്ടേ? വാ. സൂചി കുത്തുവതിന്നുമെന്നവകാശമീ ധരണി തലേ, വാശിയോടെ വസിച്ചിടുന്നൊരു പാണ്ഡവർക്കു കൊടുത്തിടാൻ, സൂചി കുത്തുവതിന്നുമെന്നവകാശമീ ധരണി തലേ, ഒന്നുകൂടി ഒന്ന് ചൊല്ലിയ നിങ്ങൾ. നമസ്കാരം മാഷേ. ഓ, നമസ്കാരം. വീട്ടിൽ ചെന്നപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു പറഞ്ഞു. എന്തു ചെയ്യാം മാഷേ, എതിർചേരിയിലുള്ളവർ നാട് ഭരിക്കുന്നവരായി പോയില്ലേ. കഴിവിൻ്റെ പരമാവധി പ്രതികരിച്ചു, പക്ഷേ എല്ലാം പരാജയമായിരുന്നു. എനിക്കിവിടുന്ന് സ്ഥലമാറ്റമാണ്, കുറച്ച് ദൂരത്താ. TP പ്രകാശം വക എനിക്കുള്ള സമ്മാനമാണെന്ന് കൂട്ടിക്കോ. മാഷേ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മനന്നൊന്ന് കരയുക. അടിച്ചമർത്തപ്പെട്ടവൻ്റെ കണ്ണുനീര് ഒരിക്കൽ അഗ്നിയായി പടരുമെന്ന് മാഷല്ല ഞങ്ങളെ പഠിപ്പിച്ചത്. ദൂരെ എവിടെയായിരുന്നാലും എൻ്റെ പ്രാർത്ഥന മാഷിനോടൊപ്പം എന്നും ഉണ്ടാവും.
വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് ജൂതമാഷ ഇത്. നാട്ടുകാരുടെ കണ്ണിലും നിയമത്തിനു മുന്നിലും വർഷങ്ങൾക്ക് മുമ്പ് അന്യനാട്ടിൽ നടന്ന ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ആളാണ് താങ്കൾ. ഉത്തർപ്രദേശിലൊരു വിഭാഗം ജനതയുണ്ട്, മൃതകന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാൻ വിധിക്കപ്പെട്ടവർ. കൃഷിഭൂമി ജന്മിമാർക്ക് തട്ടിയെടുക്കാൻ വേണ്ടി സാധാരണക്കാരായ കൃഷിക്കാരെയാണ് ഇവർ മൃതകന്മാരാക്കുന്നത്. ഏകദേശം 10,000-ഓളം മൃതകന്മാർ ഇന്ന് ഉത്തർപ്രദേശിലുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഹസ്ര ഖത്തൗണി എന്ന് പറയുന്ന ഭൂ ഉടമസ്ഥത രജിസ്റ്ററിലാണ് ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത്. കടലാസിലാണ് ഹത്യ എന്നതിനാൽ പേനമതി, ചോരയും വീഴില്ല. മരിച്ച തീയതിയും മറ്റും രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ കൃഷിഭൂമിയുടെ ഉടമസ്ഥതാവകാശം മറ്റൊരാളിൽ വന്നു ചേരുന്നു. താൻ പോലും അറിയാതെ വധിക്കപ്പെട്ട മൃതകന്റെ നെട്ടോട്ടത്തിന്റെ ദൈർഘ്യം ഒരു മനുഷ്യായുസിൻ്റെതാണ്. ഇപ്പോഴത്തെ താങ്കളുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ മൃതകന്മാരിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. തോൽക്കൂന്ന് ഉറപ്പായിട്ടുള്ളൊരു കേസിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുക എന്നത് ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യക്ക് തുല്യമാണ് മാഷേ. അല്ല ബാബു, നാളത്തെ ലിസ്റ്റ് കേസിന്റെ ഫയലിംഗ് എടുത്തോളൂ. അപ്പോ ശരി. മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിന് മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നകന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി. അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്. എന്ത് അവിടെ ഇരിക്കെ. ജൂതരെ, നിങ്ങൾ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു. അതിഗംഭീരം, പ്രൗഢോജ്വലം, അതിനേക്കാൾ ഉപരി വിജ്ഞാനപ്രദവും. ഇത് എഴുതാൻ വേണ്ടി താങ്കൾ അനുഭവിച്ച യാതനയെയും അർപ്പണത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരു കാലഘട്ടത്തിൽ നിന്നും മറ്റൊരു കാലഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിന് താങ്കൾ ഉപയോഗിച്ച നിറഭേദങ്ങളുണ്ടല്ലോ, അതിമനോഹരമായിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എ മാജിക്കൽ റിയലിസം. ഇത് വെറും ഒരു പുസ്തകമല്ല, ഉത്ഖനനം ചെയ്തെടുത്ത ചരിത്രമാണ്. നാളത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഇന്നലെയുടെ ചരിത്രം. എൻ്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം വായിക്കാൻ ആകാംക്ഷ കാണിക്കുക ഒരുപക്ഷെ ജൂത സമൂഹമായിരിക്കും. അവരാണെങ്കിൽ ഇസ്രായേലിലേക്കും പോയി. പിന്നെ ഇവിടെ ശേഷിക്കുന്നത് ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് വിരലിലുണ്ടാവുന്ന കുറച്ച് പേര്. അവർക്ക് വേണ്ടി എങ്ങനെയാണ് അച്ഛൻ നിരത്തിയ കാശ് പോലും കിട്ടില്ല മാഷെ. ജൂതചരിത്രം എഴുതാൻ വേണ്ടി ഭാരതത്തിലെ ജൂതക്കല്ലറുകൾ തേടിപ്പോയ നമ്മുടെ ജൂതനെ തിരികെ നാട്ടിലെത്തിയപ്പോ കേറിക്കിടക്കാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും കൊടുത്തില്ല നമ്മുടെ നാട്ടുകാര്. ഇസാഖിനറിയാമോ, മാളയിലെ ആദ്യത്തെ MA കാരനാണ്. കൊച്ചിയിലെ ഏതോ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടിയതാ.
കോളേജിൽ നിനക്ക് മേലെ മറ്റധികാരികളുണ്ടാവും, അവർക്ക് കീഴിൽ ജോലി ചെയ്യാനല്ല നിന്നിതുവരെ പഠിപ്പിച്ചത് എന്ന അമ്മയുടെ വാശിക്ക് മുമ്പിൽ വഴങ്ങി ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ജൂതന്. അത് ഞങ്ങളുടെ ഇടയിൽ ഒരു എഴുതപ്പെടാത്ത നിയമമാണ്. ഒന്നുകിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒന്നാമത്, അതല്ലെങ്കിൽ ചെറുതാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്. വേണേനീകോ എന്നൊക്കെ പറയാം. അല്ല സാറേ, ഈ ജൂതന്മാരുടെ ചരിത്രം എഴുതാൻ അദ്ദേഹം എന്തിനാ ജൂതക്കല്ലറുകൾ തേടിപ്പോയത്? ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. തലയ്ക്ക് ബോധമുള്ളവരാരെങ്കിലും ചത്ത് മണ്ണോട് മണ്ണായവരോട് ചരിത്രം ചോദിക്കാൻ പോവോ? ആൾക്കാരെന്തൊക്കെ പറഞ്ഞാലും ജൂതൻ നല്ലൊരു മനുഷ്യനായിരുന്നു. മാളയിൽ എത്ര പേരാണെന്നറിയാമോ ജൂതന്റെ കാരുണ്യം കൊണ്ട് പഠിച്ച് രക്ഷപ്പെട്ടേക്കണത്? എന്തിന് ഇവിടത്തെ MLA TP പ്രകാശം പോലും ജൂതന്റെ സഹായമില്ലായിരുന്നെങ്കിലേ എന്നെ പട്ടിണി കിടന്ന് ചത്തുപോയാന്. പറഞ്ഞിട്ടെന്താ കാര്യം, വിധി അല്ലാണ്ട് പറയാൻ. സാറേ, ആ ആളെത്തിയ കേറി വാ മാഷെ. മാഷ ഇത് ഇസഹാക്ക്. ഇസഹാക്കിന്റെ മുത്തച്ഛന്റെ അണ്ടർതിയ. അപ്പൊ മാഷ കല്ലറയൊന്ന് കാണിച്ചു കൊടുക്കണം. ഞാനതട്ടെ. താങ്ക്സ്. ആയിക്കോട്ടെ. മാഷേ, ഒന്നും തോന്നരുത്, ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക. ഈ ജൂതചരിത്രം എഴുതാൻ വേണ്ടി മാഷ് എന്തിനാ ജൂതക്കല്ലറുകൾ തേടിപ്പോയത്? ചരിത്രം എഴുതാൻ കല്ലറ തേടിപ്പോയി എനിക്ക് ഭ്രാന്താണെന്ന് ഇസാക്കിനോട് ആരും പറഞ്ഞാണോ അല്ലേ? ഇസാക്കേ, അങ്ങ് ഇവിടെയുള്ള ഏതെങ്കിലും ജൂതക്കല്ലറയിൽ നിന്നും മറ്റൊരു ജൂതക്കല്ലറയിലേക്ക് യാത്ര തിരിക്കുക. ആ യാത്രയുടെ അന്ത്യത്തിൽ ഇസാക്ക് എന്ന് എത്തുക ഇസ്രയേലിലെ കോലാങ്കുന്നിലെ കല്ലറകളിലായിരിക്കും. മനസ്സിലായില്ലല്ലേ? മാള, പറവൂര്, തൃശ്ശൂരുള്ള കാട്ടാക്കാമ്പലി, പോർക്കളം, കണ്ടാനശ്ശേരി, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആനക്കര, പഴയന്നൂർ, കോങ്ങാട്, നിലമ്പൂര്, നാടുകാണിച്ചുരം കയറി വയനാട്, ബത്തേരി, തുഷാൽ നഗർ, അസനഹള്ളി, സോമവാർപേട്ട, ചിത്രദുർഗ, നാഗപ്പൂര്, റാഞ്ചി, ബനാറസ്, അലഹബാദ്, കാശ്മീര്, കാബൂള്, ഇറാഖ്, ബാബിലോൺ, ഇസ്രായേൽ. മിസ്ത്രികളുടെ ചരിത്രം തേടി പോവാൻ ഇതിലും നല്ല വഴി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഇസ്രായേൽ. പോവാ. ഇവിടെയാ പണ്ട് കല്ലറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആർക്കോ പൊളിച്ചിളഞ്ഞാണ് അല്ലേ? കുഴപ്പമില്ല മാഷേ. അവിടെ ചെന്ന മുത്തച്ഛൻ്റെ കല്ലറ കണ്ടു എന്ന് ഞാൻ അവരോട് പറയുള്ളൂ. അമ്മയ്ക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവും. ഒരാളുടെ ജീവിതകാലം മുഴുവനുള്ള സന്തോഷത്തിന് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, അല്ല ജൂതമാഷേ? അതെ, ഞാൻ ഇസാക്കിനോട് സഹായം ചോദിച്ച വിഷമം തോന്നരുത്. എന്താ ജൂതമാഷ ഇത്? ഞങ്ങളുടെ എല്ലാ ശേഷിപ്പുകളുടെയും കാവൽക്കാരനായി മാഷ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക. എന്നെ ഒരു അന്യനെ കാണണ്ട. എന്താ വേണ്ടത് പറ. പണ്ട് ഇവിടുന്ന് ഇസ്രയേലിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ എൻ്റെ അമ്മയും പെങ്ങളുണ്ടായിരുന്നു. അറിയാം, സിനഗോഗിൻ്റെ മാനേജർ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഓരോ ദിവസവും കടവിൽ ബോട്ടെടുക്കുമ്പോൾ വന്നിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ അവരുണ്ടാവണമെന്ന പ്രാർത്ഥനയോടെ ഞാൻ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവരെ മാത്രം ഞാൻ കണ്ടില്ല. അവിടെ ചെന്ന് ഇസാക്ക് അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഉമ്മാച്ചിയെ കണ്ടാൽ പറയണം, ഉമ്മാച്ചിയുടെ മോനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്.
അവരുടെ അഡ്രസ്സോ മറ്റോ? താഴെ എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ പാപ്പിയുടെ വീട്ടിലെ നമ്പറാണ്. ഈ അഡ്രസ്സ് വെച്ചിട്ട് അവരെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇവിടുന്ന് കുടിയേറി പാർത്തവരുടെ അസോസിയേഷനൊക്കെ ഉണ്ട് അവിടെ. അവരുമായിട്ട് ബന്ധപ്പെട്ട് മാഷിൻ്റെ അമ്മയും സഹോദരിയും കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാം. അല്ല, ശ്രമിച്ചിരിക്കും. മാഷ് സന്തോഷമായിട്ടിരിക്കും. പോവാം. കേസ് നമ്പർ 365/85 മനക്കിൽ ഇല്യാഹു മകൻ ആരോൺ ഇല്യാഹു എന്ന ഔറോണി. വർഷങ്ങൾക്ക് മുമ്പ് മാളയിൽ നിന്ന് പുറപ്പെട്ടു പോയ ഇലിയാഹു ജൂതന്റെ മകനായ ആറോൺ ഇലിയാഹു എന്ന ഔറോണി ജൂതനാണ് താങ്കളെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖയോ തെളിവോ താങ്കളുടെ കൈവശമുണ്ടോ? ഇല്ല. തൈപ്പള്ളി പരമേശ്വരൻ മകനും സ്ഥലം MLA-യുമായ ശ്രീ TP പ്രകാശൻ. മിസ്റ്റർ പ്രകാശൻ, ഇലിയാഹു ജൂതന്റെ മകനെന്ന് അവകാശപ്പെടുന്ന ഈ കൂട്ടിൽ നിൽക്കുന്ന മനുഷ്യൻ താങ്കളുടെ ഗുരുനാഥൻ കൂടിയായ ഔറോണി ജൂതനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? മാളയിൽ നിന്ന് ജൂതന്മാർ ജീവിച്ചിരിപ്പില്ല. താങ്കൾക്ക് മറ്റെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല. The case of the above complainant Oroni for getting back his immovable asset and property comprised in Mala Panchayat. However, unfortunately, the above Oroni miserably failed to prove his identity by himself for claiming his asset. The only witness by his side also did not recognize him. In this juncture, the court rejected the case of the above complainant Oroni and the suit is dismissed. In addition to that, this court also held to proving the identity of Oroni is just like searching for a black cat which is not there in a dark room. ട്രാൻസ്ഹ്യൂമൻസ്. ഈ ട്രാൻസ്ഹ്യൂമൻസ് എന്താണെന്നറിയോ? ഗ്രീഷ്മകാലത്ത് ഈ മൃഗങ്ങളെ സമതല പ്രദേശത്ത് നിന്ന് പർവ്വത പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ശൈത്യകാലത്ത് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ സമ്പ്രദായത്തെയാണ് ഇതാരാ? ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ലേ? നീ അർഹിച്ചത് തന്നെ നിനക്ക് കിട്ടി. ഇനി എന്താ പ്രകാശ നിന്റെ പരിപാടി? ഇനി എന്തെങ്കിലും പണിക്ക് വിട്ടാലോ എന്ന് ആലോചിക്കലാ. ഈ പ്രായത്തിൽ പിന്നെ എന്ത് പണിക്ക് പോവാനാ? മോന്റെ സഹായം കൊണ്ട് ഇതുവരെ എത്തി. കോളേജിലായിട്ട് പഠിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. എന്തെങ്കിലും വഴിയുണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പേരക്കുട്ടി പഠിച്ച് വലിയ ആളാവണമെന്ന് കാഴ്ചക്ക് ആശയില്ലേ? ആശിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ മോനെ. പ്രകാശന്റെ കാര്യോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അവനെ എനിക്ക് കിട്ടുവന്നേക്ക്. ഉമാജേ,
അതെടുത്തോ. ഫസ്റ്റ് ക്ലാസ് വന്നേക്കണം. ഇത് ഞങ്ങളുടെ വക ഒരു സമ്മാനമാ. കോളേജിലൊക്കെ പോകുന്നതല്ലേ, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മിടുക്കനായിട്ട് വേണം പോവാൻ. ധൈര്യമായിട്ട് പോയിക്കോടാ. Known as Shankar, was an Indian cartoonist and writer. Most remembered for establishing Children's Book Trust in 1957 and Shanghai's International Dolls Museum in 1965. He is considered the father of political cartooning in India. Shankar won many awards like Padma Shri, Padma Bhushan and Padma Vibhushan. His work, Life with... കോടതി വിധിയൊക്കെ കേട്ടതല്ലേ, ഇറങ്ങാം. ഈ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞവര് അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അവര് നാളെ സ്കൂളിൽ പോയി പഠിച്ചു. പോടാ 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 പോടാ. സാറേ, മറ്റൊരു കിട്ടുന്നവരെ ഒന്ന് അന്തി ഉറങ്ങാൻ മാത്രം ഇവിടെ. ഇനി ഒരു ഒറ്റ നിമിഷോടെ നിൽക്കാൻ പാടില്ല. എനിക്ക് സ്റ്റേഷനിൽ ഇരിക്കപ്രതി ആയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ വീടല്ലേ സാറേ. തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? എന്നൊന്നും ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എന്നെ കൊണ്ട് നടപടി എടുപ്പിക്കാതെ എവിടേക്കാ ചേരാ ഇപ്പോ. കോടതി വിധി അറിഞ്ഞില്ലേ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീടല്ലല്ലോ, പോസ്റ്റ് ഓഫീസേ. സ്വന്തം മോനെ പോലെ വളർത്തിയതല്ലേ നീ പ്രകാശനെ? അവൻ പോലും നിന്നെ തള്ളി പറഞ്ഞില്ലേ? പ്രകാശനെ കുറ്റം പറയേണ്ട വീരാങ്കുഞ്ഞെ. അവൻ ജനപ്രതിനിധിയാ. അവൻ നിൽക്കേണ്ടത് ജനങ്ങളോടൊപ്പം. തൽക്കാലം കയറിക്കിടക്കാൻ ഒരിടം കണ്ടിട്ടുണ്ട്. വാ വാ. ഇതാണ് ഞാൻ നിനക്കായിട്ടൊരുക്കിയ ബംഗ്ലാവ്. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്തപ്പൻ മുതലാളിയുടേതാ. പണ്ട് ഈ കാണുന്ന പാടങ്ങളെല്ലാം ഒരു ജൂതൻ്റെതായിരുന്നു. ഇലിയാഹു ജൂതൻ എന്ന അങ്ങേരുടെ പേര്. അയാൾക്കൊരു മോനുണ്ടായിരുന്നു. ഔറോണി ജൂതൻ എന്നല്ലേ പേര്? ഒന്ന് മറ്റൊന്നാകും. അത് പ്രകൃതിയുടെ നിയമം. ഇത് എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ.
പണ്ടൊക്കെ 4 പേര് പിടിച്ച പന്തത്തെ മലമൂടാ. ഇപ്പൊ ഇങ്ങനെയായി. ആ മൂട് കഴിക്കടാ. പാലം പോയി കൊടുത്തു. ഒരു ചുമടുണ്ട്. ശിവരാമോ? അല്ല, ഇതാര് യൂതരോ? അതെ, കെട്ട് കലക്കുമ്പോ കുറച്ച് പിലോപ്പി തന്നെ കേട്ടോ. ഓ തരാലോ, പിലോപ്പി അത്രയ്ക്ക് ഇഷ്ട. പൊക്കാളി നെല്ലിന്റെ ചോറും കെട്ടിലെ പിലോപ്പിക്കറിയും കൂട്ടി തിന്നാലുള്ള രുചി മറക്കാൻ പറ്റുന്നില്ല. ഭരണിത്തക്കോണല്ലേ, കൊടുങ്ങല്ലൂർ കാവിന്ന് പാട്ട് കേൾക്കണ്ടേ? ഈ തക്കത്തിന്റെ കാര്യമൊക്കെ ജൂതർക്ക് എങ്ങനെ അറിയാ? പണ്ട് ഞങ്ങൾക്കൊരു ചെമ്മിക്കെട്ടുണ്ടായിരുന്നു. അതെനിക്ക് പുതിയ അറിവാ. അതേതാ കെട്ട്? ഇവിടെ തന്നെ. മാളേല? അതേത് കെട്ട്? മനക്കിലെ കെട്ടെന്ന് പറയും. മനക്കിൽ ഞങ്ങളുടെ വീട്ടുപേരാ. അത് ഈ കെട്ടല്ലേ? അപ്പോ അന്തപ്പ മുതലാളിക്ക് നിങ്ങൾ വിറ്റതായിരിക്കും. ഇതെന്തോ ശാപം കിട്ടി കെട്ടാ ചൂതരെ. 1 ലക്ഷം രൂപ വാടക കൊടുത്ത് 6 മാസത്തേക്ക് പാട്ടത്തിനെടുത്ത കെട്ടായത്. സീസൺ തീരുമ്പോൾ അതിൻ്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. സത്യം പറയാ ചൂതരെ, നിങ്ങളിൽ നിന്നും അന്തപ്പ മുതലാളി പറ്റിച്ചെടുത്തതല്ലേ ഈ കെട്ട്? പോയോ? മക്കളെ, നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കൂ, അവർ വന്നോളൂ. ചേട്ടാ, ഒരു കപ്പ. ഏതാ ഈ പിള്ളേര്? ഒരാൾ ഇല്യാഹു യൂതന്റെ മോനാ, മറ്റേതാരാന്നറിയില്ല. പറഞ്ഞില്ലേ, ഇലിയാഹൂദ് മരിച്ചുപോയി. ദൈവമേ, ഇപ്പൊ നെഞ്ചുവേനായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയല്ലേ ഉള്ളൂ. ആശുപത്രി വരെ എത്തിയില്ല, അതിനു മുമ്പ് ആള് തീർന്നു. മനുഷ്യന്റെ ഓരോരോ കാര്യങ്ങളെ.
ഇയാളെ കൊണ്ട് വലിയ ശല്യായല്ലേ ഈശ്വര. എഴുന്നേറ്റേ, എഴുന്നേക്ക്. എന്താ ഇത്? വാവച്ചിയാ? പോയെ പോയെ.
മതിയമ്മേ. കുറച്ചുകൂടി കഴിക്കടാ. എനിക്ക് മതിയമ്മേ, വയറ് പറഞ്ഞു. നീ ഇതെങ്ങോട്ടാ ബാഗുമായിട്ട് പോകുന്നത്? ഇന്ന് ട്യൂഷനുണ്ട്. ഓണത്തിന്റെ അന്നൊരു പഠിപ്പ്. ഈ ജൂതനത്തെ പ്രാന്തണ്ട. അതെ, അവന്റെ ബാഗിൽ എന്താണെന്നറിയാവോ? ആ ജൂതമാഷിനുള്ള ഓണസദ്യയാ. അല്ലേലും അവന് എൻ്റെ സ്വഭാവമാണ്. അന്യരുടെ ദുഃഖത്തില് വിഷമിക്കുന്നതേ. പിന്നെ കാരണവന്മാരായിട്ടെ ആ ജൂതനോട് ചെയ്ത പാവങ്ങളെ ആ കുട്ടിയായിട്ട് അങ്ങോട്ട് തീർക്കട്ടെ. എന്ത് പാവം ചെയ്തെന്നാണ് നീ പറയണത്? ജൂതന്റെ അമ്മയും പെങ്ങളും ഇസ്രായേലിലേക്ക് പോയി. നാട് തണ്ടാൻ നടന്ന ജൂതനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പൊ ഇവിടെ അനാഥമായി കിടക്കണ ഭൂമി കണ്ടപ്പോൾ ജന്മന കൃഷിക്കാരായ എൻ്റെ അച്ഛനും ഇളയച്ചന്മാരും കൂടി കുറച്ച് ഭൂമി വളച്ചു കെട്ടി കൃഷി ചെയ്തു. ഞങ്ങൾ മാത്രമൊന്നുമല്ല, നാട്ടുകാരിൽ പകുതി മുക്കാൽ പേരും ജൂതന്റെ പറമ്പ് വളച്ചു കെട്ടി എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഗുണപാഠമുണ്ട്. നമ്മളെ ഭൂമി നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് കരക്കാരും ഉണ്ടാവും. ഇതിന് ഗുണപാഠമെന്നല്ല പറയാ, വഞ്ചന, തട്ടിപ്പ്, ചതി എന്നൊക്കെയാ പറയാ. പറ്റിച്ചെങ്കിൽ നന്നായി പോയി. അതിൻ്റെ ഒരു ഓഹരിയാണ് നീ ഇപ്പം തിന്നുന്നത്. ഒറ്റകൾക്ക് ഇട്ടുകൊടുത്തേക്ക്. ഞാൻ ചെന്നാൽ എന്നെ കുത്തിപ്പറിക്കും. ഞാൻ കൊടുക്കില്ല, കള്ളക്കാക്കകൾ. കൊടുത്തേരാ, എന്നെ കുത്തിപ്പറിക്കാനുള്ള ആരോഗ്യ ഒറ്റകൾക്ക് വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ മാളയിൽ എന്നെ തിരിച്ചറിയുന്ന ഏക ജീവികളവരാ. കൊടുത്തേര്. മാഷേ, ഈ വടി ഞാൻ എടുത്തോട്ടെ? നിനക്കെന്തിനാണ് ഈ വടി? മാഷൊക്കെ മരിച്ചു കഴിഞ്ഞാ ആരാ നിങ്ങളുടെ സെമിത്തേരി കളന്ന് കല്ലറ കണ്ടുപിടിക്കുക? അതൊക്കെ അപ്പോഴല്ലേ, അന്ന് നീ തീർത്തോ. അതുവരെ ആരും കയ്യേറാതെ ഞാൻ ഇവിടെ സൂക്ഷിച്ചോളാം. ആരോ ഇത് വലിയ കഷ്ടമായല്ല. നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവിടെ കയറരുതെന്ന്. എന്താ ഞാൻ പോലീസിനെ വിളിക്കണോ? അയ്യോ വേണ്ട, ഞാനൊരു സ്റ്റാമ്പ് വാങ്ങിക്കാൻ വന്നതാ. ആർക്ക് കത്തേക്കാനാണാവോ? എത്ര പൈസയുടെ? 50 പൈസയുടെ. ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആരോ ആരോ നീ ഇന്ന് പള്ളിക്കൂടത്തിൽ പോകുന്നില്ലേ? വേണ്ട മച്ചി, എന്നെ കാക്ക കുത്തും. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ? ദാ ഇത് പിടിച്ചോണ്ട് പോയാ മതി, കാക്കയൊന്നും കൊത്തൂല. പോകാക്കെ. ഇയാൾക്കെന്താ പ്രാന്തുണ്ടാ?
ജൂതന് ഭാഗ്യമുണ്ടെങ്കിലേ അവനിപ്പോ അതിന് പുറത്താ. നിന്നാടാ. നീ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ ഇവിടേക്ക് തിരക്കി. ഇസ്ഹാക്ക് വിളിച്ചിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. വാ പോവാ. യൂതർക്കുള്ള ഫോണാണ്, ചെന്നെടുത്തു. ഹലോ മാഷേ, ഇത് ഞാനാ, ഇസഹാക്ക്. ഉവ്വ, മനസ്സിലായി. അവരെ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ ഞാൻ നേരിട്ട് കണ്ടില്ല. അസോസിയേഷന്റെ സെക്രട്ടറി കണ്ടത്, സംസാരിച്ചതും. അമ്മയ്ക്ക് മാഷോട് കുറച്ച് പരിഭവമൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നേരിട്ട് എന്ന് കണ്ട് നടന്നതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. മാഷ് ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്യും. അതുവരെ മാഷ് സന്തോഷമായിട്ട് ജീവിക്കേ. ലോകത്തെ എല്ലാവരും സന്തോഷമായി ജീവിക്കണമെന്ന ഇസാക്കിൻ്റെ ആ നല്ല മനസ്സിന് ദൈവം നല്ലതേ വരുത്തും. വെക്കട്ടെ. അതെ, ഒന്ന് നിന്നേ. ഇനി ഇവിടുത്തെ ഫോൺ നമ്പർ ആർക്കും കൊടുക്കണ്ട കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, ഇവിടുന്ന് വന്ന് പറയാൻ ആരും ഇല്ലാത്തതിൻ്റെ പേരില്ല. ഇല്ല, ഇനി എന്നാരും വിളിക്കാനില്ല. വലിയ ഉപകാരം. ഉമ്മാച്ചിയെയും സലോമയെയും കണ്ടു എന്ന ഇസഹാക്കിൻ്റെ വാർത്ത എന്നേക്കാളേറെ സന്തോഷിപ്പിച്ചത് വീരാങ്കുലിനെയായിരുന്നു. പണ്ടെങ്കോ വാവാച്ചി കൊടുത്ത ഒരു ഷർട്ടിൻ്റെയും നിക്കറിൻ്റെയും തുണിക്കഷ്ണത്തിന് പ്രത്യോപകാരമായി അവൻ തന്നത് അവൻ്റെ ജീവിതം തന്നെയായിരുന്നു. ചുട്ടുകൊള്ളുന്ന വെയിലത്ത് തണലായും തളർന്നു വീഴുമ്പോൾ താങ്ങായും അവൻ മാത്രമേ എനിക്കുണ്ടായിരുന്നു. അധ്യായം 10, വാക്തത്വ ഭൂമിയിലേക്ക്. ഇനി അങ്ങോട്ട് വായിക്കണ നാസറേ. ഔറോണി എഴുത്ത് മതിയാക്കി പോയപ്പോൾ ബാക്കിയുള്ളത് ഇസ്ഹാക്കിന് പറഞ്ഞു കൊടുത്തത് ഞാനല്ലേ. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ട പറ്റി. എനിക്കത് കേൾക്കണ്ട മക്കളെ. മരണക്കിടക്കെ കിടന്നുപോലും ഉമ്മാച്ചി എന്നെ ശപിച്ചു കാണോ വീരാങ്കുഞ്ഞെ. കാക്കത്തടൽ പോലും ഇല്ലാത്തിടത്ത് ഉമ്മാച്ചിയും പെങ്ങളെ തനിച്ചാക്കി ആർക്കും വേണ്ടാത്ത ചരിത്രം എഴുതാൻ പോയി ഈ മകനെ ഓർത്ത് അവര് ശപിച്ചു കാണും വീരാങ്കുഞ്ഞെ. നീ എന്തൊക്കെയായി പറയുന്ന? 6 മാസം കഴിഞ്ഞാൽ അമ്മയെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ ഇസഹാക്ക് പറഞ്ഞതല്ലേ. ഇസഹാക്ക് അന്യൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവൻ. ഇസഹാക്ക് നല്ലവനാണ്. ഒരു കള്ളം എൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൻ പറഞ്ഞു. നൊന്തു നേറി പ്രസവിച്ച മകന് സ്വന്തം ജീവൻ പകുത്തു നൽകി. പഴയ നിയമത്തിലെ മോശയെപ്പോലെ സ്വന്തം കല്ലറയിലേക്ക് നടന്നു നീങ്ങുന്ന എൻ്റെ ഉമ്മാച്ചി ആ സ്വർണത്തിലെ പാതി മറിഞ്ഞ ഓർമ്മയിൽ ഞാൻ കണ്ടു വീരാങ്കുഞ്ഞെ. എന്നിട്ട് ഞാൻ ഉമ്മാച്ചിയെ തേടി നടന്നു. പെറ്റമ്മ മരിച്ചു എന്നൊക്കെ എങ്ങനെയാ ഒരു മകന്? ദൂരതയിലെന്നോ എൻ്റെ ഉമ്മാച്ചിയുടെ കല്ലറുണ്ടാവും. കാലകേടങ്ങൾ തിന്നു തീർക്കും മുമ്പ് അതും തേടിയുള്ള എൻ്റെ യാത്ര ഞാൻ തുടങ്ങുകയാണ്. ഒരു തിരിച്ചു വരവ് ഇനി ഉണ്ടാവില്ല.
ഉയർപ്പുകളില്ലാത്ത കല്ലറയിലേക്കാണ് എൻ്റെ യാത്ര. ഒരു മനുഷ്യായുസ് നഷ്ടപ്പെടുത്തി ഞാൻ കോറി വരച്ചിട്ട് കടലാസ് കഷ്ണങ്ങൾ നിന്നേപ്പിക്കുക. ഒരിക്കലേ ഇതിൻ്റെ അവകാശികൾ ഇതും തേടി നിന്റെ അടുത്തെത്തും. അവരെ നീ ഇത് തിരിച്ചേൽപ്പിക്കണം. അഥവാ ആരും വന്നില്ലെങ്കിൽ ഒരു കട്ടൻ ചായ തിളപ്പിക്കാനുള്ള ഊർജ്ജം ഇതിനുണ്ട്. ഒരു നിഴല് പോലെ എന്നോടൊപ്പം എന്നും നീ ഉണ്ടായിരുന്നു. നിനക്കായിട്ട് എനിക്കൊന്നും തരാനും പറ്റിയില്ല. നീയായിട്ടൊന്നും കയ്യേറിയില്ല വീട്ടിൽ. ഒരിക്കലും രക്ഷപ്പെടാത്ത മകന്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ മാച്ചു തന്നതാ ഈ മെസ്സൂസ. ഒരു ജൂതനിത് ഒരു മുസ്ലിമാന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ബീനാ കുഞ്ഞേ. ഇയാൾക്കാരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? പത്ത് അഞ്ച് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി കൊന്നുകളഞ്ഞില്ലേ ദുഷ്ടന്മാര്. എങ്ങാണ്ട് രണ്ടും തമ്മിൽ യുദ്ധം ചെയ്യണമെന്ന് കരുതി മാളെ കിടക്കണ ഇങ്ങേരെന്തിനാ വെറുതെ വെട്ടിക്കൊന്നത്? കൊന്നത് എന്തിനാണെന്ന് കൊന്നവനറിയില്ല, ചത്തത് എന്തിനാണെന്ന് ചത്തവനും അറിയില്ല. ആർക്കോ വേണ്ടി ആരൊക്കെ ആരെ കൊല്ലുന്നു. ഇങ്ങനൊരു യൂതനായിട്ട് ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ യൂതന്റെ പേരിൽ കൊല്ലാൻ ഇങ്ങേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അച്ഛാ, എന്തിനാ അച്ഛാ ഈ ജൂതനെ കൊന്നത്? അതൊക്കെ മതപരമായ കാര്യങ്ങൾ. ഇതൊക്കെ ഒന്നും പറഞ്ഞപ്പോൾ മനസ്സിലാവും. ഈ മതം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അല്ല അച്ഛാ? ആ, അപ്പൊ ഈ ദൈവം എന്തിനാ മനുഷ്യരെയൊക്കെ കൊല്ലുന്നത്? ചെകുത്താൻ ആരെയും കൊന്നിട്ടില്ല. അപ്പൊ ചെകുത്താനല്ലേ അച്ഛാ നല്ലത്? എന്താ മിണ്ടാണ്ടിരടാ. നേരോ കിടന്നേ. കണ്ട സീരിയൽ മുഴുവൻ കണ്ട് കൊച്ചുവായാലും വലിയ വർത്താനം പറഞ്ഞു നേരെ നടക്കും. ആ പഞ്ചായത്തുകാരായിട്ട് ഒപ്പിട്ട 5 പേര് വരും. ആ ഓല കൂട്ടി ചുറ്റിക്കെട്ട്. അവിടെ ഇനി പയ്യെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങും വേഗം.
മാറിക്കേ, ഒന്ന് മാറി 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 അങ്ങോട്ട് മാറി നിൽക്കേ. ആ ദേ അങ്ങോട്ട് ആ വള്ളം ഒന്ന് അടുപ്പിക്കേ. ദേ ആ പടിയിലോട്ട് വെച്ച് ആ കയറെ ഒരാൾ പിടിച്ചേ. ആ ആ പയ്യെ പയ്യെ പയ്യെ. ആ അങ്ങനെ. കിഴക്കോട്ടാക്കി വെക്കണം എന്നാ ജൂത പ്രമാണം. അതെന്തിനാ? പടിഞ്ഞാറ് ഇസ്രായേൽ രാജ്യം കണ്ട് കിടക്കണമെന്നാ അവരുടെ വിശ്വാസം. ഓ അതൊക്കെ ഇനി വലിയ പാടാ. ജൂതന് വേണമെങ്കിൽ പടിഞ്ഞാട്ട് എന്നിട്ട് നോക്കിയാൽ മതി. ചെങ്കല്ല ഇത്രയും കുഴിക്കാൻ പറ്റ പാട് എനിക്കറിയും. വേണമെങ്കിൽ കുഴിച്ചു കൂടിയിട്ട് പോ. അഞ്ചിൻ്റെ പൈസയും കിട്ടൂല.
ഇവിടെ മാഷെ അടക്കം ചെയ്ത്. ഇത് ശരിയായിരിക്കൂ? ശരിയായിരിക്കടാ, അവൻ ജൂതന്റെ ശിഷ്യനല്ലേ, അവന് തെറ്റില്ല. എന്നാ വാടാ. ഞാൻ ഒന്ന് പിടിക്കടാ. ഇവിടെ വെക്ക്.